ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺ ദ കിസ്സിങ് ഹാൻഡ്. അപ്പോൾ ദ കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്ന ലെസണിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നുള്ള ഇതിൻ്റെ ചാപ്റ്ററും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. Page number 14, activity number 1. എന്താണ് guessing game? Choose some words from the unit and act them out. അപ്പോൾ എന്താണ് നമ്മുടെ യൂണിറ്റിൽ നിന്ന് ചില വേർഡ്സ് ഫൈൻഡ് ചെയ്യുക, കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ആക്ട് ചെയ്യുക. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. അപ്പോൾ ആ വേർഡ് ഏതായിരിക്കും നമ്മൾ ആക്ട് ചെയ്യണം. അപ്പോൾ ഒരാൾ നിന്നിട്ട് ആക്ട് ചെയ്യുക, ആ ആക്ട് ചെയ്യണ വേർഡ് ഏതായിരിക്കും എന്നുള്ളത് ബാക്കിയുള്ള ഫ്രണ്ട്സ് പറയുക. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ് ദേ വിൽ ബി ദ വിന്നേഴ്സ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആ പേര് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ പേര് കിട്ടിയാൽ അവരായിരിക്കും ഇതിൻ്റെ വിജയി. ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ് യു വിൽ ബി ദ വിന്നർ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് പറയാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങളായിരിക്കും അതിൻ്റെ വിന്നർ. അപ്പോൾ നിങ്ങളിത് ക്ലാസ് റൂമിൽ എല്ലാവരും കൂടിയിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ്. അപ്പോൾ ഇത് കൂട്ടുകാർ ക്ലാസ്സിൽ കളിച്ച് നോക്കുക. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 2. Then our second activity, activity number 2. You have enjoyed reading the story, haven't you? In the story, Chester Raccoon experiences different feelings. Some of his feelings are given below in the column A. Match them with the suitable emojis given in column B. അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റോറിയിൽ എന്താണ് ചെസ്റ്റർ റക്കൂണ് ഒരുപാട് ഫീലിങ്സ്, ഇടയ്ക്ക് ഹാപ്പി ആയിരിക്കും, ഇടയ്ക്ക് സാഡ് ആയിരിക്കും, ഇടയ്ക്ക് ആംഗ്രി ആയിരിക്കും, അങ്ങനെ ഒരുപാട് ഫീലിങ്സ് ആ സ്റ്റോറിയിൽ ചെസ്റ്റർ റക്കൂണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എ കോളത്തിൽ എന്താണ്, എ കോളത്തിൽ കുറച്ച് ഫീലിങ്സ് കൊടുത്തിട്ടുണ്ട്, ദെൻ അതിൻ്റെ ഇമോജി ബി കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എങ്ങനെ മാച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് എന്താ, വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. എന്താണ് വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായിരിക്കും ചെസ്റ്റർ റക്കൂണിൻ്റെ ഫീലിങ്സ്? എന്ത് ഹാപ്പി ആയിരിക്കുമോ സാഡ് ആയിരിക്കുമോ? ഇതിൽ ഏതായിരിക്കും ശരിയായിട്ട് വരിക? അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഇമോജി വരിക? രണ്ടാമത്തെ ഇമോജി ഒരു ഹാപ്പി ഇമോജിയാണ് വരിക. ദെൻ ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ എന്താണ് പുതിയ ടീച്ചേഴ്സിനെയും ഒരു പേടി വരുമ്പോൾ ഏത് ഇമോജിയാണ് വരിക? ഇമോജി നമ്പർ 1 ആണ് വരിക. ഇനി നെക്സ്റ്റ് വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ. അപ്പോൾ എന്താണ് അമ്മ കമ്പൽ ചെയ്യുമ്പോൾ, സ്കൂളിലേക്ക് പോകാൻ നിർബന്ധിക്കുമ്പോൾ ഏത് ഇമോജിയാണ് വരിക? 4ാമത്തെ ഇമോജി വരും. വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കേസ്. അപ്പോൾ മദറിൻ്റെ കിസ് കിട്ടിയപ്പോൾ എന്താ ആ കണ്ണിൽ ലവ് ഒക്കെ ആയിട്ടുള്ള സ്മൈലിൽ ഇമോജിയിൽ, അപ്പോൾ അതാണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് കോളം എയും കോളം ബിയും മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3 എന്താണെന്ന് നോക്കി നോക്കാം. Then our activity number 3, art gallery. Create imprints of the kissing hand by tracing your hands on the piece of paper. Add a special message on them to show the love and support of your loved ones. Color or paint to make them more attractive. Hold on exhibition in the classroom. അപ്പോൾ എന്താണ് നിങ്ങളുടെ കൈയിൻ്റെ പിക്ചർ വരയ്ക്കുക. ദെൻ ആ പിക്ചറിൽ ആ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുക. അത് നമുക്ക് വേണമെങ്കിൽ കളറൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടി അട്രാക്റ്റീവ് ആക്കുക, എന്നിട്ട് ക്ലാസ് റൂമിൽ എക്സിബിറ്റ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്കുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 4. ആക്ടിവിറ്റി 4 എന്താന്ന് നോക്കാം. സം ഈവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ഇൻ ജംബിൾഡ് വേ. അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റോറിയിലെ കുറച്ച് ഈവൻറ്റ്സ്, കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സ്റ്റോറിയിൽ നടന്ന കാര്യങ്ങൾ ജംബിൾഡ് ആയിട്ടുള്ള ഓർഡറിൽ, കറക്റ്റ് അല്ലാത്ത ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ ആദ്യം ഇത് അറേഞ്ച് ചെയ്യണം, കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. ആദ്യം ഏത് വരണം, രണ്ടാമത് ഏത് വരണം എന്ന് അറേഞ്ച് ചെയ്യണം. എന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ള സ്പേസിൽ 1, 2, 3 എന്നിട്ടിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ച് നോക്കാം. മിസ് റക്കൂൺ said she would share a wonderful secret. Chester took his mother's hand and kissed her palm. Chester told his mother that he did not want to go to school. Chester danced his way to school and his mother watched. Miss Raccoon kissed Chester in the middle of his palm. അപ്പോൾ ഇതിൽ ഏത് കാര്യമാണ് ആദ്യം നടന്നത്?
ഏതാണ് ആദ്യം നടന്നിട്ടുണ്ടാവുക? ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ ചെസ്റ്ററിൻ്റെ അമ്മനോട് പറഞ്ഞു എനിക്ക് സ്കൂളിൽ പോവണ്ട. അപ്പോൾ അത് ആദ്യത്തെ വരും. അപ്പോൾ ആ സ്പേസിൽ ഒന്ന് എന്നിട്ടിട്ട് ആദ്യത്തെ ഇത് എഴുതുക. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഇനി രണ്ടാമത്തെ ഏത് വരും? മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ്. അപ്പോൾ എന്താണ്? മിസ് റക്കൂൺ പറഞ്ഞു എനിക്കൊരു വണ്ടർഫുൾ സീക്രറ്റ് പറയാനുണ്ട് എന്ന്. അപ്പോൾ അതാണ് രണ്ടാമത്തെ. ദെൻ അത് രണ്ടാമത്തെ എഴുതാം. ദെൻ മൂന്നാമത്തെ ഏത് വരും? മിസ് റക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. മിസ് റക്കൂൺ എന്ത് ചെയ്തു? ചെസ്റ്ററിൻ്റെ മിഡിൽ പാമുമ്മൽ കിസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നാലാമത്തെ ഏതാ വരിക? ചെസ്റ്റർ took his mother's hand and kissed her palm. അപ്പം ചെസ്റ്റർ എന്ത് ചെയ്തു? അമ്മയുടെ കൈ എടുത്തിട്ട് അമ്മയ്ക്ക് ഒരു കിസ് കൊടുത്തു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ. അപ്പോൾ ഏതാ വരിക? ലാസ്റ്റ് വൺ ചെസ്റ്റർ ഡാൻസ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ വരിക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് താഴെ ഒരു സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആദ്യം എഴുതുക, പിന്നെ രണ്ടാമത്തെ എഴുതുക, ദെൻ മൂന്നാമത്തെ, ദെൻ നാലാമത്തെ, ദെൻ അഞ്ചാമത്തെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 5. ആക്ടിവിറ്റി നമ്പർ 5 ചെസ്റ്റർ റക്കൂൺ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ എന്താണ്? നമ്മുടെ ചെസ്റ്റർ റക്കൂണ് സ്കൂളിലേക്ക് പോവണ്ട. ഹിസ് മദർ കമ്പൽസ് ഹിം. അപ്പോൾ പക്ഷേ അമ്മ എന്ത് ചെയ്യാണ്? ഈ ചെസ്റ്റർ റക്കൂണെ നിർബന്ധിക്കുകയാണ്. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺവേഴ്സേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. അപ്പോൾ എന്താണ്? അവർ തമ്മിൽ നടന്നിരുന്ന ഒരു കോൺവേഴ്സേഷൻ്റെ ചെറിയൊരു പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. അപ്പോൾ എന്താണ്? അപ്പോൾ ആദ്യം കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളോടത് അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ദെൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കൂട്ടുകാർ വേണം അത് അവതരിപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യം ചെസ്റ്റർ പറയുന്നുണ്ട് മാ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എന്താണ്? അമ്മ എനിക്ക് സ്കൂളിൽ പോകണ്ട എന്ന് ചെസ്റ്റർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും അമ്മ പറയുന്നുണ്ടാവുക? വൈ ആർ യു സേയിങ് ലൈക്ക് ദിസ്? നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് അമ്മയുടെ കൂടെ ഇവിടെ നിൽക്കണം. മാത്രമല്ല എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. ദെൻ മദർ യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം യുവർ സ്കൂൾ. അപ്പോൾ എന്താണ്? നിനക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും നിൻ്റെ സ്കൂളിൽ നിന്ന് മദർ പറയും. ദെൻ ചെസ്റ്റർ നോ ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. പ്ലീസ് മാ ഐ സ്റ്റേ വിത്ത് യു. എന്താണ്? എനിക്ക് എൻ്റെ ടോയ്സിനായിട്ട് കളിച്ചാൽ മതി. പ്ലീസ് അമ്മ ഞാനിവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. ദെൻ മദർ നോ യു കാണ്ട്. ഇഫ് യു ആർ സ്റ്റേയിങ് ഹിയർ ഹൗ ക്യാൻ യു സ്റ്റഡി. അപ്പോൾ എന്താണ്? നീ ഇവിടെ നിന്നാൽ നീ എങ്ങനെയാണ് പഠിക്കുക എന്ന് അമ്മ ചോദിക്കുകയാണ്. ദെൻ ചെസ്റ്റർ I will study from my books no matter what. I don't want to go to school. എന്താണ്? ഞാൻ എൻ്റെ ബുക്കിൽ നിന്നൊക്കെ പഠിച്ചോളാം, എന്നാലും എനിക്ക് സ്കൂളിൽ പോകണ്ട എന്ന് ചെസ്റ്റർ പറയാണ്. ദെൻ മദർ sometimes you have to do things that you don't want to do but I am sure you will love school once you start. അപ്പം എന്താണ്? ചിലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. അപ്പോൾ ഇത് സെയിം ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ബട്ട് ഐ ആം ഷുവർ യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ടഡ്. അപ്പോൾ ഒരു ദിവസം നീ തുടങ്ങി വെച്ചാൽ നിനക്ക് ഇഷ്ടമാവുമെന്ന് അമ്മ പറയാണ്. ദെൻ ചെസ്റ്റർ ഐ ആം അഫ്രൈഡ് ടു ലീവ് ഹോം വിത്തൗട്ട് യു മദർ. എന്താണ്? എനിക്ക് ഇവിടുന്ന് അമ്മ ഇല്ലാണ്ട് പുറത്തേക്ക് പോകാൻ പേടിയാണ് അമ്മ എന്ന് പറയാണ്. ദെൻ മദർ വെൽ ലെറ്റ് മീ ടെൽ യു എ സീക്രറ്റ് ദാറ്റ് മേക്സ് യു ഓവർകം യുവർ ഫിയർ. എന്താണ്? ഈ പേടി മാറാൻ നിനക്ക് ഞാനൊരു സീക്രറ്റ് പറഞ്ഞു തരാമെന്ന് അമ്മ പറയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 6, Chester and his mother visit the office of the school. Chester looks around. Here is what he sees. Describe it. അപ്പോൾ എന്താണ്? ചെസ്റ്ററും ചെസ്റ്ററിൻ്റെ അമ്മയും സ്കൂളിലേക്ക് പോയി. അപ്പോൾ സ്കൂളിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഓഫീസിലേക്കാണ് പോയത്. അപ്പോൾ ചെസ്റ്ററും ചുറ്റും നോക്കുകയാണ്. അപ്പോൾ ആ ഓഫീസിൻ്റെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡിസ്ക്രൈബ് ഇറ്റ്. ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം.
School headmaster is sitting on the chair. An assistant is also there to help headmaster. അപ്പോൾ എന്താണ്, ഒരു ഹെഡ് മാസ്റ്റർ അവിടെ സ്കൂളിൽ അവിടെ ചെയറിൽ ഇരിക്കുന്നുണ്ട്, അവിടെ സഹായിക്കാനായിട്ട് ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. തിങ്സ് ഇൻ ദ ടേബിൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഈസ് പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ്. അപ്പോൾ എന്താണ്, അവിടെയുള്ള സാധനങ്ങളൊക്കെ പെർഫെക്റ്റ്ലി ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, എല്ലാവരും കൃത്യസ്ഥലത്ത് വെച്ചിട്ടുണ്ട്. എ ഡസ്റ്റ്ബിൻ ഈസ് ലൊക്കേറ്റഡ് നിയർ ദ ടേബിൾ. ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് അവിടെ. ദർ ആർ 2 ടീച്ചേഴ്സ് ഇൻ ദ ഓഫീസ്. അപ്പോൾ 2 ടീച്ചർമാരുണ്ട് ഓഫീസിൽ. വൺ ഓഫ് ദ ടീച്ചർ ഈസ് റീഡിങ് ബുക്സ് ആൻഡ് ദ അതർ വൺ ഈസ് സിറ്റിംഗ് നിയർ ടു ഹിം. അപ്പോൾ എന്താണ്, ഒരാൾ ബുക്ക് വായിക്കുന്നുണ്ട്, ഒരു ടീച്ചർ അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ദർ ആർ ബുക്സ് ഓൺ ദ ടേബിൾ വിച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടീച്ചേഴ്സ്. എന്താണ്, ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ ബുക്സ് ഉണ്ട്. എ ടീച്ചർ ഈസ് ടീച്ചിങ് ബിഹൈൻഡ് ദ ഡോർ ഓഫ് ദ ഓഫീസ്. പിന്നെ എന്താണ്, ഒരു ടീച്ചർ അവിടെ എന്താണ് ഓഫീസിൻ്റെ ബിഹൈൻഡിലായിട്ട് ഒരു ടീച്ചർ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. ഓക്കെ. Then activity number 7, Chester comes to the class and sits on the front bench. His teacher comes and introduces herself. She asks the students to introduce themselves. Chester stand up and introduce himself. Here is his self introduction. അപ്പോൾ എന്താണ്, ക്ലാസ്സിലേക്ക് ടീച്ചർ വന്നിട്ട് എന്ത് പറഞ്ഞു, കുട്ടികളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ചെസ്റ്റർ എണീറ്റ് നിന്നിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മൈസെൽഫ്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ചെസ്റ്റർ റക്കൂൺ. അപ്പോൾ എന്താണ്, എല്ലാ ഫ്രണ്ട്സിനോടും ഗുഡ് മോർണിംഗ് പറയാണ്. ഞാനാണ് ചെസ്റ്റർ റക്കൂൺ. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. അപ്പോൾ ഞാൻ എവിടുന്ന് വരുന്നതു, ഞാൻ ഫോറസ്റ്റിൽ നിന്ന് വരുന്നു. മൈ ഫാദർ ഈസ് മിസ്റ്റർ റക്കൂൺ. എൻ്റെ ഫാദർ മിസ്റ്റർ റക്കൂൺ ആണ്. ദെൻ മൈ മദർ ഈസ് ചെൽസ റക്കൂൺ. എൻ്റെ മദർ എന്ന് പറയുന്നത് ചെൽസ റക്കൂൺ ആണ്. ഐ ലവ് മൈ പാരൻസ്. എനിക്ക് എൻ്റെ പാരൻസിനെ വളരെയധികം ഇഷ്ടമാണ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ്, പ്ലേയിങ്. എനിക്ക് ഓടാനും ചാടാനും കളിക്കാനും എല്ലാം ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. അപ്പോൾ എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ ഇവിടുന്ന് കിട്ടാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ആരുടെ, മിസ്റ്റർ റക്കൂണിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. Now introduce yourself to the class. How will you introduce yourself? You may write in the space provided. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ എന്താണ് ചെസ്റ്റർ റക്കൂണെ കണ്ടതുപോലെ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കാനാണ്. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കി നോക്കാം. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ടീന. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനോടും ഗുഡ് മോർണിംഗ് പറയാണ്. എൻ്റെ പേര് ടീന. ഐ ആം ഫ്രം ബാംഗ്ലൂർ. അപ്പം ഞാൻ എവിടുന്നാണ് വരുന്നത്, ബാംഗ്ലൂരിൽ നിന്നാണ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ സുഭാഷ് ആൻഡ് മൈ മദർ ഈസ് രേഷ്മ. അപ്പോൾ എൻ്റെ ഫാദർ, എൻ്റെ അച്ഛൻ സുഭാഷാണ്, എൻ്റെ അമ്മ രേഷ്മയാണ്. ഐ ലവ് മൈ പാരൻസ്. എനിക്ക് എൻ്റെ പാരൻസിനെ നല്ല ഇഷ്ടമാണ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് എ ന്യൂ ഫ്രണ്ട്സ് ഹിയർ. അപ്പോൾ ഇതാണൊരു മോഡൽ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, കൂട്ടുകാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വേണം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കാനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 8. When Chester and his mother reach school, they happen to see a notice board. Let's read the notice. അപ്പോൾ എന്താണ്, സ്കൂളിലേക്ക് റക്കൂൻ്റെ അമ്മയും കൂടി വന്നപ്പോൾ അവരൊരു നോട്ടീസ് ബോർഡ് കണ്ടു. അപ്പോൾ അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ച് നോക്കാം. ഡൂസും ഡോൺസും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ: അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി, ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ, കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ്സ് ഇൻ ടൈം, റീച്ച് ദ സ്കൂൾ ഇൻ ടൈം, കീപ് ദ സ്കൂൾ ക്ലീൻ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി, ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക. ദെൻ ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അസൈൻമെൻ്റ് ഒക്കെ സമയത്ത് ചെയ്യുക. പിന്നെ സ്കൂളിലേക്ക് കൃത്യസമയത്ത് എത്തുക. കീപ് ദ സ്കൂൾ ക്ലീൻ, സ്കൂള് ക്ലീനായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ചെയ്യാൻ പാടില്ലാത്ത ഡോൺസ് എന്താണെന്ന് നോക്കി നോക്കാം. ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി. അപ്പോൾ എന്താണ്, മോർണിംഗ് അസംബ്ലി സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്, മൊബൈൽ ഫോൺ കൊണ്ടുവരാനായിട്ട് പാടില്ല. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജസ്, ആവശ്യമില്ലാത്ത ലാംഗ്വേജസ് ഒന്നും യൂസ് ചെയ്യാൻ പാടുന്നില്ല. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടീസ്, സ്കൂളിൻ്റെ പ്രോപ്പർട്ടീസിനെ ഡാമേജ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ലിറ്റർ ഇൻ സ്കൂൾ പ്രമിസസ്, അപ്പോൾ സ്കൂൾ പ്രമിസസിൽ ലിറ്റർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇനി എന്താ അടിയിൽ നോക്കി നോക്കാം. ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചർ ഈസ് ഓൺ ലീവ്. റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ
class in the absence of the teacher. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു ദിവസം നിങ്ങളുടെ ടീച്ചർ വന്നിട്ടില്ല, ലീവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഡൂസും, ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യുന്ന ഡൂസും ഡോൺസും എന്താണെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. ഡൂസ് എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഒന്ന് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതി നോക്കാം. എന്തൊക്കെയാണ്? ഡിസ്കസ് അബൌട്ട് ചാപ്റ്റേഴ്സ് വിത്ത് ഫ്രണ്ട്സ്. എന്താണ് ചാപ്റ്റേഴ്സ്? ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്യാം. ഹെൽപ്പ് ഫ്രണ്ട്സ് ഇൻ സ്റ്റഡിയിങ്, പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യാം. കംപ്ലീറ്റ് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ റീഡ് ബുക്സ് വായിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഡൂസിൽ വരിക. ദെൻ ഡോൺസിൽ എന്താ വരിക നോക്കാം. ഒന്ന് തന്നിട്ടുണ്ട്, ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്. അപ്പോൾ എന്താ, അപ്പുറത്തുള്ള ക്ലാസ്സുകാരനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് മേക്ക് നോയ്സസ്, സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഡോണ്ട് പ്ലേ ഇൻ ക്ലാസ്സിൽ വെച്ച് കളിക്കാൻ പാടില്ല. ഡോണ്ട് ടോക്ക് അൺവാണ്ടഡ് തിങ്സ് ഇൻ ക്ലാസ്, അപ്പോൾ ക്ലാസ്സിൽ വെച്ചിട്ട് അനാവശ്യമായി ഒന്നും സംസാരിക്കാൻ പാടില്ല. ഡോണ്ട് ഡിസ്റ്റർബ് ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ബ്രേക്ക് സ്കൂൾ പ്രോപ്പർട്ടീസ്, അപ്പോൾ എന്താണ്, സ്കൂളിലുള്ള പ്രോപ്പർട്ടീസ് ബ്രേക്ക് ചെയ്യാനും പാടില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Activity number 9, read the following sentences from the story and note the words underlined. അപ്പോൾ എന്താണ്, സ്ക്വയർ സ്റ്റോറിയിൽ കുറച്ച് ലൈൻസ് ആണ് എഴുതിയിട്ടുള്ളത്. ദെൻ ചെറിയ വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വാണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്. അപ്പോൾ എന്താണ്, ഓരോ വേർഡ്സും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വിത്ത്, ഓൺ. ഇനി അടുത്തതിൽ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. അപ്പോൾ ഏതൊക്കെയാണ്? വിത്ത്, ഓൺ, ടു, ഫ്രം. അപ്പോൾ ഇതൊക്കെ ഈ വേർഡ്സ് ഒക്കെയാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. പിക്ക് ഔട്ട് ഫ്യൂ സിമിലർ സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ആൻഡ് റൈറ്റ് ഡൗൺ ബിലോ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതുപോലത്തെ സെൻറ്റൻസസ് സ്റ്റോറിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് താഴെയുള്ള സ്പേസിൽ എഴുതി കൊടുക്കാൻ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. I learned it from my mother and she learned it from her mother. Now he knew mother's love would go with him wherever he went. He turned to his mother and grinned. I want to read my books. അപ്പോൾ ഇങ്ങനത്തൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇനിയുണ്ട്. അപ്പോൾ കൂട്ടുകാർ കണ്ടെത്തിയിട്ട് എഴുതുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity number 10, here is a conversation between Chester Raccoon and his class teacher. Read and supply the missing words. അപ്പോൾ എന്താണ്, ചെസ്റ്റർ റക്കൂണും ചെസ്റ്റർ റക്കൂണിൻ്റെ ടീച്ചറും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചില വേർഡ്സ് വിത്ത്, ടു, ഫ്രം, ഇൻ, അണ്ടർ ഒക്കെ മിസ്സിങ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്താണ്, പേരെന്നോട് പറയൂ എന്ന് ചോദിക്കുകയാണ്. ദെൻ ചെസ്റ്റർ, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റക്കൂൺ. അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആരാണ്, ഞാൻ ചെസ്റ്റർ റക്കൂണാണ്. വേർ ആർ യു ഫ്രം, നീ എവിടുന്നാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അപ്പോൾ ഞാൻ എവിടുന്നാണ്, ഞാനൊരു ഫോറസ്റ്റിൽ നിന്നാണ്, അതൊരു നൈസ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ദെൻ ടീച്ചർ പറയും, വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്. അവിടെ എന്താ വരിക, വാട്ട് ഡു യു ലൈക്ക് ടു ഡു, എവിടെയാണ്, ഇൻ ദ ഫോറസ്റ്റ്. നിനക്ക് ഫോറസ്റ്റിൽ ചെയ്യാൻ എന്താണ് ഇഷ്ടം. അപ്പോൾ എന്താണ് ചെസ്റ്റർ റക്കൂൺ റിപ്ലൈ പറയുന്നത്, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് dash the shade of trees. I like to play with my friends under the shade of the tree. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രീയുടെ അണ്ടറിൽ കളിക്കാനാണ് ഇഷ്ടം. ദെൻ ടീച്ചർ, ദാറ്റ്സ് മസ്റ്റ് ബി ഫൺ, വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്. അപ്പോൾ നല്ല കാര്യമാണ്, നിനക്ക് ഏത് ഗെയിമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുകയാണ് ടീച്ചർ. ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് എന്താണ് വരിക, വിത്ത് മൈ ഫ്രണ്ട്സ്. That's great, Chester. When will you go dash your house? When will you go to your school, to your house? Well, I will go to my house after 3 days. Okay, thanks. We will meet again. അപ്പോൾ എന്താണ്, എനിക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നീ എപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് ടീച്ചർ ചോദിക്കുകയാണ്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് എന്ന് ചെസ്റ്റർ പറയാണ്. ദെൻ അങ്ങനെ പറഞ്ഞിട്ട്
അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 11. Then activity 11, the following is the diary entry of Ainu. There are some errors in it. Read and edit it. അപ്പോൾ എന്താണ് ഇത്? ഐനുവിൻ്റെ ഡയറി എൻട്രി ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് എറേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളോട് അത് എഡിറ്റ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ഐ വെൻറ്റ് വിത്ത് a store to buy some fruits. അവിടെ എന്താണ്? ഐ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ ഐ ക്യാപിറ്റൽ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഐ വെൻറ്റ് വിത്ത് a store ആണ്. വിത്ത് a store അല്ല, to a store. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളതാണ് താഴെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുക. ഓക്കെ, to buy some fruits. I saw a big orange to the shelf. to ആണ് അവിടെ വരിക, to the അല്ല. എവിടെയാണ്? ഷെൽഫിൻ്റെ ഉള്ളിൽ, in the shelf, and decided to buy it. I met my friend on that store അല്ല, സ്റ്റോറിൽ, in that store. ഓക്കെ, ഈ നെക്സ്റ്റ് മൈ ഫ്രണ്ട് എം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ലെറ്റർ ആണ്. സോ എം ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ടു, എന്താ വരിക? ഗോ ബൈ അല്ല വരിക, ഗോ ടു ദ പാർക്ക്. വെൻറ്റ് ഫ്രം ഹർ, ഫ്രം അല്ല, അവളുടെ കൂടെ പോയി. കൂടെ എന്നുള്ളതിന് എന്താ വരിക? വിത്ത് ഹർ. We sat at the bench and ate the orange together. W ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. We sat at the bench അല്ല, ബെഞ്ചിൻ്റെ മുകളിൽ. അപ്പോൾ എന്താ വരിക? on the bench and ate the orange together. I should be capital letter. Threw the orange peel with the garbage. അപ്പോൾ അവിടെ എന്താ വരിക? ഓറഞ്ച് പീൽ എന്താണ്? ഗാർബേജിൻ്റെ ഉള്ളിൽ, ഇൻ ദ ഗാർബേജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഇത് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ടുള്ളതാണ് താഴെ എഴുതി കൊടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 12. Activity 12, read the sentences from the story and split them into 2. അപ്പോൾ എന്താണ്? കുറച്ച് സെൻറ്റൻസസ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് അവർ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പോൾ ഈ സെൻറ്റൻസിനെ നമുക്ക് രണ്ട് സെൻറ്റൻസസ് എങ്ങനെയാക്കാം? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഫുൾ സ്റ്റോപ്പ്, ദെൻ വൈ ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. ഓക്കെ, അപ്പോൾ ഒന്ന് അവർ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് രണ്ടാമത്തെ എങ്ങനെ വരും? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്. അപ്പോൾ ഇത് രണ്ടെണ്ണമായിട്ട് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ഫുൾ സ്റ്റോപ്പ്, യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ഫുൾ സ്റ്റോപ്പ്, ചെസ്റ്ററിൻ്റെ ഹാൻഡ് എടുത്തു. ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 13. ആക്ടിവിറ്റി 13 ആയിട്ടില്ല. അതിന് മുമ്പ് എന്താ? റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസസ്. അപ്പോൾ എന്താ? താഴെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാസേജ് വായിച്ചിട്ട് അതിലത്തെ സെൻറ്റൻസ് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആ എക്സാമ്പിളിൽ കൂട്ടുകാർ സെൻറ്റൻസസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. എ ക്യൂരിയസ് റക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ് ആൻഡ് ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ പറ്റും? എ ക്യൂരിയസ് റക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ് ഫുൾ സ്റ്റോപ്പ്, ഇറ്റ് ലൈക്ക്ഡ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി എഴുതി കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 13. ദെൻ ആക്ടിവിറ്റി 13 ക്രോസ് വേർഡ് പസിൽ ആണ്. അപ്പോൾ എക്രോസും ഡൗണും. എക്രോസ് എന്ന് പറഞ്ഞാൽ നേരെ എഴുതുക, ദെൻ ഡൗൺ എന്ന് പറഞ്ഞാൽ മേലെ എന്ന് താഴത്തോട്ട് എഴുതുക. ദെൻ ആദ്യത്തെ മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. അപ്പോൾ അതിനെന്താണ്? മൂവ് ചെയ്യും. മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്, ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ഇങ്ങനെ മൂവ് ചെയ്യും. 5 ലെറ്റർ ആണ് ഉള്ളത്. അപ്പോൾ അവിടെ എന്താ വരിക? അവിടെ സ്വിങ് ആണ് വരിക. സ്വിങ്, SWING. അപ്പോൾ ഒന്ന് എഴുതി കൊടുത്ത് നേരക്ക് സ്വിങ് എന്ന് എഴുതുക. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെയാണ് ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. എന്താണ്? ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി, ഒന്നല്ലെങ്കിൽ ഓടുക അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുക, വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. അപ്പോൾ അതിന് 7 ലെറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ അവിടെ എന്താ വരിക? സ്കാമ്പറാണ് വരിക. SCAMPER.
SCAMPER. അപ്പോൾ 5 എന്ന് എഴുതിയ നേരക്ക് എന്ത് എഴുതണം? സ്കാമ്പർ എന്ന് എഴുതുക. ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് 7ാമത്തെയാണ് ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ്. എന്താണ്? അത് 4 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ 7 എന്നുള്ളിടത്ത് നേരക്ക് എന്ത് ചെയ്ത? COSY. ഓക്കെ, അപ്പോൾ അക്രോസ് നേരെയുള്ളതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മൾ അപ്പോൾ ഈ പറയുന്ന വേർഡ്സൊക്കെ ഓരോ ബോക്സിലാക്കിയിട്ട് എഴുതുക. ഓക്കെ, ഇതിൻ്റെ അടിയിലുണ്ട്, അവിടെ എഴുതുക. ഇനി ഡൗണിലേക്ക് 2ാമത്തെ ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽസ്. കവർ ചെയ്യുക, എൻക്ലോസ് ചെയ്യുക, പേപ്പറിൽ കവർ ചെയ്യുക, എൻക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതിനെന്താ നമ്മൾ പറയുക? അപ്പോൾ ഈ സ്വിങ്ങിൻ്റെ അടിയിലാണ്, സ്വിങ്ങിൻ്റെ Wൻ്റെ അവിടെയാണ് 2 എന്ന് വരുന്നത്. അപ്പോൾ അവിടുന്ന് അടിയിലേക്ക് 4 ലെറ്റേഴ്സാണ്. അപ്പോൾ അവിടെ എങ്ങനെ വരും? റാപ്പ് എന്ന് വരും. WRAP, റാപ്പ്. ഇനി അടുത്തത് 3ാമത്തെയാണ് റബ്സ് സംതിങ് ജെന്റ്ലി വിത്ത് എ നോയ്സ് ആസ് എഫ് ഇറ്റ് ഷോ അഫെക്ഷൻ. അതെന്താ? അത് സ്വിങ്ങിൻ്റെ എന്നിൻ്റെ അവിടെയാണ് 3ാമത്തെ വരുന്നത്. 6 ലെറ്റേഴ്സാണ്. ദെൻ ലാസ്റ്റ് ലെറ്റർ E ആണ്, സ്കാമ്പറിൻ്റെ E ആണ്. അപ്പോൾ അവിടെ എന്ത് വരും? നസിൽ എന്ന് വരും. NUZZLE, നസിൽ. ഇനി അടുത്തത് ഫ്രൈറ്റനിങ് കോസിങ് ഫിയർ ആണ്. അത് എത്രയാണ്? അത് 5 ലെറ്റേഴ്സാണ്. ദെൻ അതിൻ്റെ 2ാമത്തെ ലെറ്റർ C ആണ്, അടിയിൽക്കാണ് എഴുതേണ്ടത്. അപ്പോൾ അതെന്ത് വരും? സ്കയറി. ദെൻ 4ാമത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ദെൻ ലാസ്റ്റ് 1 6ാമത്തെയാണ്. 6ാമത്തെ എന്താണെന്ന് നോക്കാം. ആൻ ഒബ്ജെക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ ചൈൽഡ് ടു പ്ലേ വിത്ത് ലെറ്റേഴ്സ്. പ്ലേ വിത്ത്, അപ്പോൾ എന്താണ്? കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ. 3 ലെറ്റേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. കോസിയുടെ ഓയാണ് സെൻറ്ററിൽ നമുക്ക് എഴുതിയത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഒരു വരിക? ടോയ് ആണ്, TOY. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ അടുത്ത് കാണുന്ന പസിലിൽ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ എല്ലാം ആൻസർ കിട്ടും. ആ പസിൽ കംപ്ലീറ്റ് ആവും ചെയ്യും. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഈ പറഞ്ഞ പോലെ ഈ ആൻസേഴ്സ് ആ പസിലിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.